ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോന്റെ തുടർച്ചയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞു നിർത്തുന്ന ഓർമ്മയുണ്ടോ? പ്രൊജക്ടൈൽ പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം എ ടവർ. അപ്പോൾ ടവറിന്റെ പൊക്കത്ത് നിന്ന് ഹൊറിസോണ്ടലി ഇങ്ങനെ എറിയുന്ന കണക്കുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത പ്രൊജക്ടൈൽ മോഷൻ, നമ്മൾ സാധാരണ പ്രൊജക്ടൈൽ മോഷൻ നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഭാഗം ഭൂരിഭാഗവും ഇവിടുന്ന് ഇങ്ങനെയാണ്, ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ മോഷൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്നറിയോ? പ്രൊജക്ടൈൽ പ്രൊജക്റ്റഡ് upward or downward. അതായത് ഇവിടുന്ന് ഒന്നുകിൽ മുകളിലേക്ക് അറിയാം അല്ലെങ്കിൽ താഴേക്ക് ആയിരിക്കും. ഇതായിരുന്നു എന്ത്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഒന്നുകിൽ മുകളിലേക്ക് അറിയുന്നു അല്ലെങ്കിൽ താഴേക്ക് അറിയുന്നു. അപ്പൊ നമുക്ക് ആദ്യമേ അപ്വേർഡ് മോഷൻ പഠിക്കും. ഇത് ടവറാണ്, ഹൈറ്റ് h. ഹൊറിസോണ്ടൽ ആയിട്ട് വര വരച്ചതേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ ഒരു കല്ല് പൊക്കിയത്, ഈ കല്ല് അവിടെ എത്തി, താഴെ. നമ്മൾ വെച്ചാൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും പഴയ പോലെ തന്നെ. ഇവിടുത്തെ വെലോസിറ്റി തന്നിട്ടുണ്ടാവും, u ഇനീഷ്യൽ വെലോസിറ്റി. ഇവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് g മാത്രമേ ഉള്ളൂ. ഈ ദൂരമാണ് റേഞ്ച്, ഹൈറ്റ് h, മാക്സിമം ഹൈറ്റ് ഇത്. ഇവിടെ എവിടെ ഒരു പോയിന്റ്, ഇവിടെ ഹൈറ്റ്, മാക്സിമം ഹൈറ്റ്. വേറെ ഒന്നുമില്ല പറയാനായിട്ട്. പിന്നെ ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 0 ആയിരിക്കും. ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻക്ലൈൻ ആയിട്ടുള്ള വെലോസിറ്റി എനിക്ക് അതിനെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും മാറ്റാം. ഇത് തീറ്റ ഡിഗ്രി ആണെങ്കിൽ ഈ സൈഡ് ഇവനാണ് u, ഇവനെന്ത് വരും? u കോസ് തീറ്റ. ഈ കമ്പോണന്റ് u സൈൻ തീറ്റ. നമുക്ക് എന്താ കാണേണ്ട? റേഞ്ച് കാണാനായിട്ട്, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ്. ഇങ്ങോട്ടേക്കുള്ള ദൂരത്തിന് കാരണമായത് എന്നതാ? u കോസ് തീറ്റ എന്നുള്ള കമ്പോണന്റാണ്. വെലോസിറ്റി അങ്ങോട്ടേക്കുള്ള കമ്പോണന്റ്. ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അതിനാണല്ലോ നമ്മൾ റെസൊല്യൂഷൻ നടത്തുന്നത്. ഈ കമ്പോണന്റിനെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും നടത്തുന്നത്. ഈ വെർട്ടിക്കൽ കമ്പോണന്റ് മുകളിലേക്ക് ഉള്ള മോഷൻ, പക്ഷെ മുകളിലേക്ക് ഒരു പരിധി വരെ ചെല്ലുള്ളൂ. അതിനുശേഷം ഗ്രാവിറ്റി താഴേക്ക് പിടിച്ച് വലിക്കുന്നതുകൊണ്ട്, ഗ്രാവിറ്റി ഇവിടുന്ന് വലിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആവും. ഗ്രാവിറ്റി മാറുന്നില്ല, വെലോസിറ്റി 0 ആണ്, അങ്ങനെ പറയാം. അതിനുശേഷം താഴേക്ക് വരിക ചെയ്യുന്നത്. മാറാതിരിക്കുന്നവൻ u കോസ് തീറ്റയാണ്, അവനാണ് അങ്ങോട്ടേക്കുള്ള മോഷൻ ഉണ്ടാക്കുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at². പക്ഷെ എക്സ് ഡയറക്ഷനിലേക്ക് ആക്സിലറേഷൻ ഇല്ലാത്തതുകൊണ്ട് 0 ആയിപ്പോയി. ut എല്ലാം x കൊടുക്കുക. പിന്നെ ഇത് 0 ആയെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ux എത്രയാ? u cos തീറ്റ ഇൻറ്റു t സമയം. ഇത്രയേ ഉള്ളൂ റേഞ്ച്. ഇങ്ങനെ കാണാൻ നമുക്ക് ഇവിടുത്തെ വെലോസിറ്റി ചോദിക്കാറുണ്ട് സാധാരണ. ഈ വെലോസിറ്റി എന്നാണോ ഈ വെലോസിറ്റി? അല്ല, ഈ ഹൈറ്റും കൊണ്ടും ഇതിന്റെ വെലോസിറ്റിക്ക് മാറ്റം വരാം. ഈ വെലോസിറ്റി തന്നെയായിരിക്കും ഇവിടുത്തെ വെലോസിറ്റി. അതൊക്കെ കാരണം സെയിം ഹൈറ്റ് അല്ലേ, പക്ഷെ ഇവിടെ മാറും. അവിടുത്തെ വെലോസിറ്റി കാണാനായിട്ട് വെലോസിറ്റി ഇവിടുത്തെ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും. വെലോസിറ്റി ഈ വന്ന വരയിൽ നേരെ താഴെ അങ്ങനെയായിരിക്കും വെലോസിറ്റി ആ ഒരു ഡയറക്ഷൻ. അപ്പൊ നമുക്ക് പിന്നെ വൈയിലേക്കും എക്സിലേക്കും മാറ്റാം. ഈ ആംഗിൾ തീറ്റ വിചാരിച്ചു, തീറ്റ അല്ല ആൽഫ കൊടുക്കാം. ആൽഫ എന്ന് വിചാരിച്ചു. വെലോസിറ്റി എക്സ് ഡയറക്ഷൻ എന്നാ വരും? എക്സ് ഡയറക്ഷനുള്ള വെലോസിറ്റി u കോസ് തീറ്റ തന്നെ, കാരണം അവ മാറുന്നേ ഇല്ലല്ലോ ത്രൂ ഔട്ട് ദ മോഷൻ. വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷനോ? വൈ ഡയറക്ഷൻ മാറും. എന്നറിയോ? വെലോസിറ്റി ഇപ്പൊ എന്നതാ? u സൈൻ തീറ്റ. നമുക്കറിയാം വെലോസിറ്റി v is equal to u plus at. vy is equal to uy plus ayt. uy എന്നതാ? u സൈൻ തീറ്റ. ആ മുകളിലേക്കല്ലേ? u സൈൻ തീറ്റ പ്ലസ് ആക്സിലറേഷൻ y ഡയറക്ഷനിൽ താഴേക്കാണ്. അപ്പൊ ഞാൻ എന്തെടുത്തു? മൈനസ് ജി ടി. അപ്പൊ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ എന്തായി മാറി? u സൈൻ തീറ്റയിൽ നിന്ന് മൈനസ് ജി ടി കുറയ്ക്കണം. അപ്പൊ അതായിരിക്കും ഇവിടുത്തെ വെലോസിറ്റി. അപ്പൊ u സൈൻ തീറ്റ മൈനസ് ജി ടി. ഇത് വെക്ടർ ഫോമിൽ എഴുതിയാലോ?
വെലോസിറ്റി വെക്ടർ ഈസ് ഈക്വൽ ടു എക്സ് കമ്പോണന്റ് ഐ ക്യാപ്പ് പ്ലസ് വൈ കമ്പോണന്റ് ജെ ക്യാപ്പ്. ഇതൊക്കെ ചിലപ്പോഴേ നമ്മൾ ചോദിക്കുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചോദിച്ചാലോ, വെലോസിറ്റി വെക്ടർ കമ്പോണന്റ് ഏതാ ചോദിച്ചാലോ, അതുകൊണ്ടാണ് എഴുതുന്നത്. സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല. എക്സ് എന്നതാ ബേസ് ആണ്, യു കോസ് തീറ്റ, യു കോസ് തീറ്റ ഐ ക്യാപ്പ് പ്ലസ് വി വൈ എന്നതാ യു സൈൻ തീറ്റ മൈനസ് ജി ടി. ഇവൻ എങ്ങോട്ടാ മക്കളെ? താഴേക്കാണ്. അതുകൊണ്ട് മൈനസ് ജെ ക്യാപ്പ് ചെയ്യണം. ആ മൈനസ് ഞാൻ ഇവിടെ എഴുതും കേട്ടോ. ഇതാണ് എൻ്റെ വെലോസിറ്റി വെക്ടർ. മാഗ്നിറ്റ്യൂഡോ, ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നതാ എൻ്റെ കമ്പോണന്റിന്റെ സ്ക്വയർ കൂട്ടുക, റൂട്ട് ഇട്ട് കൂട്ടുക. അപ്പോൾ റൂട്ട് ഓഫ് യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് യു സൈൻ തീറ്റ മൈനസ് ജി ടി ഹോൾ സ്ക്വയർ. മൈനസ് അതിന് ബാധകമല്ല, മാഗ്നിറ്റ്യൂഡ് കാണാൻ നേരം. ഇതാണ് അതിൻ്റെ മോഡല്, അതിൻ്റെ കാര്യങ്ങളെല്ലാം. നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ മലയാളത്തിൽ പറയാം കേട്ടോ. 20 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് ഒരാള്, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ശബ്ദം കേൾക്കുന്നുണ്ട്, അത് അപ്പുറത്ത് പുല്ല് വെട്ടുന്ന കേട്ടോ, അല്ലെങ്കിൽ വലിയ മരം മറക്കുന്ന. അത് നിങ്ങൾ കേട്ടായിട്ട് ഭാവിക്കണ്ട. മറ്റേ വലിയ മെഷീൻ വെച്ചിട്ട് പുല്ലരിയില്ലേ, നമുക്കൊന്നും പോയി പറയാൻ പറ്റില്ല. അത് അവരുടെ പറമ്പിൽ പണിയെടുക്കുന്നു. അപ്പം നിങ്ങൾ ശബ്ദമൊക്കെ ഈ ത്രൂ ഔട്ട് ദ വീഡിയോ അങ്ങനെ എന്തെങ്കിലും കേൾക്കാം. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കേട്ടിട്ടുണ്ടാവും, ഇനിയുള്ള വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും. നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. വലിയ വീഡിയോ എഡിറ്റിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് കളയാനായിട്ട് അറിയത്തുമില്ല. നമുക്ക് ബോർഡിലുള്ള കാര്യം മാത്രം പഠിച്ചാൽ പോലെ അല്ലേ. നോക്കി, 20 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് 30 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു പ്രൊജക്ടൈൽ എറിയുക. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കല്ലാവാം, ബോളാവാം, ചെറിയ ബോംബോ വല്ലതുമാകാം. നോക്കി, തീറ്റ എത്ര ഡിഗ്രി എന്നറിയോ? 30 ഡിഗ്രി. നമ്മൾ ചോദിച്ചേക്കാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര സമയം കൊണ്ട് ഇവിടെ എത്തും? അപ്പൊ കാണേണ്ടത് ടി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ കെട്ടിടത്തിന്റെ ഇവിടെ നിന്ന് ബേസിൽ നിന്ന് എത്ര ദൂരെ അകലെയാണ് ഈ സാധനം വീഴുന്നത്? അപ്പൊ റേഞ്ച്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈ പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൈറ്റ് മാക്സിമം അതേതായിരിക്കും? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഈ കല്ല് പ്രൊജക്ടൈലിന് ശേഷം എവിടെ വെച്ചിട്ടാണ്, എത്ര ദൂരെ അകലെയാണ് കെട്ടിടത്തിന്റെ അതേ ഹൈറ്റിൽ എത്തുന്നത് ചോദിച്ചാൽ എന്നതായിരിക്കും? ഈ കല്ല് നോക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ വരെ എത്തി. എത്ര ദൂരെ വെച്ചിട്ടാണ് ഈ കല്ല് ഇവിടുന്ന് പോയതിനു ശേഷം കെട്ടിടത്തിന്റെ അതേ ദൂരെ അതേ ഹൈറ്റിൽ എത്തുന്നതെന്ന്? ഇതാ ഈ പോയിന്റ്. അപ്പൊ ചോദിച്ചേക്കുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം, ബേസിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം. ഇതിനെ ഞാൻ ഓന്ന് കൊടുക്കാം, ഇതിനെ ഞാൻ പി എന്ന് കൊടുക്കാം. ചോദിച്ചേക്കുന്നത് എന്നതാ? ഒ പി കാണാൻ. അപ്പൊ നമുക്ക് 5 ക്വസ്റ്റ്യൻ ചെയ്യാം, അതിനകത്തെല്ലാം ഉണ്ട്. ടൈം കാണാൻ വേണ്ടി നമ്മൾ സാധനം ചെയ്യാറ് വെർട്ടിക്കൽ മോഷൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. S is equal to ut plus half at square. എസ് എന്ന് പറഞ്ഞാൽ എല്ലാം വെർട്ടിക്കൽ എടുക്കാം. നമുക്ക് വെർട്ടിക്കൽ ടൈം കാണാൻ വേണ്ടി നമ്മൾ വെർട്ടിക്കൽ മോഷൻ ആൻസർ ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ്, കല്ല് എവിടെ നിന്ന് എങ്ങോട്ടാ പോയി, ഇവിടെ നിന്ന് കയറി ഓക്കെ താഴെ എത്തി. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി മാത്രം നോക്ക്. വെർട്ടിക്കലി ഇവൻ ഇവിടെയായിരുന്നു, ഈ ഹൈറ്റ് ഇവിടെയായിരുന്നു, പിന്നെ താഴെ എത്തി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിന്റെ ഹൈറ്റ് minus 20 is equal to uy into t. Initial component of velocity in y direction u sin theta into u cos theta. u എത്രയാ? 30 sin 30 30 sin 30 30 sin 30 എന്ന് പറഞ്ഞാൽ sin 30 എത്രയാ? sin 30 1/2. അപ്പോൾ ഇത് എത്രയായി? 15. ഇതോ √3/2 ആണ് അല്ലേ. അപ്പോൾ 30 ഇൻറ്റു √3/2 അത് cos 30 അല്ലേ. √3/2 15 √3. ഓക്കെ, അപ്പോൾ uy എന്നതാ 15 പ്ലസ് 15 ഓക്കെ ഇൻറ്റു t പ്ലസ് ഹാഫ്
എ വൈ ജി താഴേക്കാണ് മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. ജി മക്കളെ 10 എടുത്തു. അപ്പൊ ഇതും വെട്ടിപ്പോയ 5 ആയി. നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. എല്ലായിടത്തും 5 കളഞ്ഞാല് -4 = 3t മൈനസ് ടി സ്ക്വയർ. ടി സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുപോകാൻ ടി സ്ക്വയർ -3t -4 = 0. ഒമേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യും? t ± എന്തൊക്കെ കാണുന്നത്? ടി കാണാനായിട്ട് -b ± b² - 4ac / 2a ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യാം. ഗുണിക്കുമ്പോൾ -4 കൂട്ടുമ്പോൾ -3. t - 4 × t + 1 = 0. അതായത് t = 4 അല്ലെങ്കിൽ t = -1. ഇത് വാലിഡ് അല്ല. സമയം ഒരിക്കലും നെഗറ്റീവ് ആകില്ല. t = 4. 4 ശരിയാകുമോ? 4² 16 - 12 - 4 0. അപ്പോൾ 4 ശരിയാകും. അപ്പോൾ ടൈം എത്ര കിട്ടി? ടൈം = 4 സെക്കൻഡ്സ്. ഇനി റേഞ്ച് കാണും അല്ലേ? റേഞ്ച് കാണാനായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. റേഞ്ച് കാണാനായിട്ട് നമുക്ക് ഒരേ ഇക്വേഷൻ ഉള്ളൂ. എന്നതാ? u cos θ ആണ് x ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി, അതേ ഇൻറ്റു ടൈം. അപ്പോൾ u cos θ ഇൻറ്റു 4. u cos θ എത്രയാ? 15√3 ഇൻറ്റു 4. 4 × 15 60. അപ്പോൾ 60√3. സിമ്പിൾ. അത്രയും മീറ്റർ. അപ്പൊ ഇത് കിട്ടി 60√3. വെലോസിറ്റിയോ? എക്സ് ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി നമുക്ക് ഒരിക്കലും മാറുന്നില്ല. അതെന്താ? 15√3. വൈ ഡയറക്ഷനിലേക്കുള്ളത് കാണാൻ വേണ്ടി വി വൈ കാണാൻ വേണ്ടി വെലോസിറ്റി v = u + at എന്നുള്ള ഫസ്റ്റ് കൈനമാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. എല്ലാം വൈ ഡയറക്ഷനിലേക്ക്. u y ഇനിഷ്യൽ കമ്പോണന്റ് 15 ഉണ്ടോ? 15 പ്ലസ് ആക്സിലറേഷൻ -g ഇൻറ്റു ടൈം എത്രയാ? 4. അപ്പോൾ 15 - 4 × 10 40. എത്ര കിട്ടി? 25. -25 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കമ്പോണന്റ് -25 എന്ന് പറഞ്ഞാൽ താഴേക്കാണ് അർത്ഥം. അപ്പൊ താഴേക്ക് 25. അപ്പൊ വെലോസിറ്റി വെക്ടർ എങ്ങനെ എഴുതാം? വെലോസിറ്റി വെക്ടർ = x കമ്പോണന്റ് 15√3i പ്ലസ് എന്നാ കിട്ടും? 25j. ഇതിപ്പോ എങ്ങോട്ടേക്കാ? താഴേക്കാ. ഇവിടെ ഞാൻ വെക്ടറിന്റെ ഫോമിൽ എഴുതും. എന്ത് എഴുതണം? മൈനസ് എഴുതണം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി ചെയ്തു നോക്കിയ പിള്ളേരെ, 15√3 ഹോൾ സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ. ഇതൊന്ന് കൂട്ടി നോക്കി ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഇനി ഈ വെലോസിറ്റിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി നോക്കി, വി വൈ ആണ് 25, എക്സോ 15√3. അപ്പോ ഇതാ കാണണ്ടെങ്കിൽ ഇവിടെ ട്രയാങ്കിൾ ഉണ്ടാക്കണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ ഹൈറ്റ് ആണ് 25. ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ഭാഗമാണ് 15√3. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫ = അല്ലെങ്കിലും ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ടാൻ എഴുതിയാൽ അവരുടെ ആംഗിൾ എഴുതിയാൽ y കമ്പോണന്റ് ഡിവൈഡ് ബൈ x കമ്പോണന്റ്. ഇവിടെ ടാൻ ആൽഫ എന്നാ വരും? ഈ ഹൈറ്റ് 25 ഡിവൈഡ് ബൈ 15√3. അപ്പൊ നോക്കിയേ, 5 വെട്ടിപ്പോയാൽ 5 ഡിവൈഡ് ബൈ 3√3. ചിത്രയ്ക്ക് എത്രയാണ് നോക്കിയേ? 5/3√3 5 ഇത്രയും കിട്ടി. 5.196. അപ്പോൾ ടാൻ ആൽഫ 0.96 ആണെങ്കിൽ ആൽഫ = ഷിഫ്റ്റ് അല്ല, ടാൻ ഇൻവേഴ്സ് 0.96. ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റ് ടാൻ അടിച്ചാൽ. അപ്പൊ എന്ത് കിട്ടി? 43.9 ഡിഗ്രി കിട്ടി. അപ്പൊ ഈ ആംഗിൾ എത്രയാ? 43.9 ഡിഗ്രി. ഈ ആംഗിൾ ആണോ? ഈ ആംഗിൾ അല്ല. ഓക്കെ. ഇനി ചോദിച്ചിരിക്കുന്നത് ഹൈറ്റ് മാക്സിമം. ഇതാ ഈ ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് അറിയാം. കെട്ടിടത്തിന്റെ ഹൈറ്റ് ഇത് എത്രയാ? 20. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് ആണ്. നമുക്കിനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് കിട്ടിയാൽ മാക്സിമം ഹൈറ്റ് കിട്ടിയില്ലേ? നോക്കി, ഇത്രയും ഭാഗം നോക്കി, ഇവിടെ നിന്ന് ഇത്രയും ഭാഗം നോക്കി, നമ്മൾ ഇത്രയും ഭാഗം നോക്കി. ഇതെന്ത് മോഷനാണ്? നമ്മൾ ആദ്യ പാഠഭാഗത്ത് പഠിച്ച ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ മോഷന്റെ ഷേപ്പാണ്.
അപ്പൊ ഇവിടെ നമുക്ക് ഈ ഹൈറ്റ് മാക്സിമം കാണാനായിട്ട് ഇവിടെ എന്നാ റൂൾ അപ്ലൈ ചെയ്ത നമ്മള് ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പൊ നമുക്ക് ഇവിടുത്തെ നമുക്ക് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g അപ്ലൈ ചെയ്താൽ എനിക്ക് ഈ ഹൈറ്റ് കിട്ടും. ബട്ട് മാക്സിമം ഹൈറ്റ് കാണാൻ വേണ്ടി ഇത് കൂട്ടിയാൽ പോരെ, അത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയോ, ഇതിനെ ഞാൻ h കൊടുക്കാം. h മാക്സിമം സ്മോൾ ലെറ്റർ h മാക്സിമം, സ്മോൾ ലെറ്റർ h മാക്സിമം ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. യു സ്ക്വയർ 30 ആണ് ഇനിഷ്യൽ വെലോസിറ്റി. 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 × 30. സൈൻ സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1/2, സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1/2 × 1/2 ഡിവൈഡ് ബൈ 2 × g എത്രയാ 10. 0 വെട്ടിപ്പോയി, 2 2 എത്രയാ 4, 2ഉം ഇത് എത്രയാ 15, ഒരു 2 ഉണ്ടല്ലേ, മൊത്തം എത്രയാ 4. അപ്പൊ 15 × 3 എത്രയാ 45 ഡിവൈഡ് ബൈ 4, 11.25. അപ്പൊ നോക്കി ഈ ഹൈറ്റ് ആണ് 11.25. അപ്പൊ ടോട്ടൽ ഹൈറ്റ് എത്രയാ 20 + 11.25. അപ്പൊ എത്ര കിട്ടി 31.25 മീറ്റർ. ഇനി ചോദിച്ചേക്കുന്നത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ഹൈറ്റ് പ്രൊജക്ടൈലിന് ശേഷം ഈ കെട്ടിടത്തിന്റെ ഉയരം വരെ എത്തിയത് കെട്ടിടത്തിൽ നിന്ന് എത്ര ദൂരം അകലെയാണ്? അതായത് ഇതേ ഹൈറ്റ് ഇത് എവിടെയാണ്? ഈ പോയിന്റ് വെച്ചേക്കുന്നത് OP. ഈ OP എന്ന് പറഞ്ഞാൽ എന്നതാണ്? ഈ പ്രൊജക്ടൈൽ മോഷൻ നോക്കി, ഈ പ്രൊജക്ടൈൽ മോഷന്റെ നോക്ക്, നമ്മുടെ ഈ പ്രൊജക്ടൈൽ മോഷന്റെ ഈ ദൂരത്തെ പറഞ്ഞ പേരെന്താ? റേഞ്ച്. അപ്പൊ നമുക്ക് ഈ പ്രൊജക്ടൈൽ മോഷന്റെ റേഞ്ച് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ഇവിടെ നിന്ന് എറിഞ്ഞിട്ട് ഇവിടെ വരെയുള്ള ഈ ദൂരമാണ്, അതാണ് ഇവിടുത്തെ റേഞ്ച്. അപ്പൊ ഇവിടുത്തെ റേഞ്ച് കണ്ടുപിടിക്കണം. ഇവിടുത്തെ റേഞ്ച് നമ്മൾ എങ്ങനെ കാണും? റേഞ്ചിന്റെ ഇക്വേഷനേ ഉള്ളൂ, u cos θ × t. ഇവിടുത്തെ മോഷന്റെ t ആണ് 4 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കാണണം? ഇവിടുന്ന് ഇവിടം വരെയുള്ളതിന്റെ t കാണണം. ഇത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ മോഷൻ. അപ്പൊ അതിന്റെ ടൈം കാണാൻ വേണ്ടി 2u sin θ / g അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ സ്മോൾ ലെറ്റർ t ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ സ്മോൾ ലെറ്റർ t എടുത്ത് അല്ലേ, നമുക്ക് ഇവിടെ ക്യാപിറ്റൽ എടുക്കാം കേട്ടോ. ഈ മോഷൻ നമുക്ക് ക്യാപിറ്റൽ t എടുക്കാം മനസ്സിലാകാൻ വേണ്ടി. 2u sin θ ഡിവൈഡ് ബൈ g, 2 × 30 × sin θ എത്രയാ 1/2, കാരണം 30 അല്ലേ തീറ്റ, ഡിവൈഡ് ബൈ g എത്രയാ 10. 2 2 പോയി, 0 0 പോയി, എത്ര സെക്കൻഡാ 3 സെക്കൻഡ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര സെക്കൻഡാ 3 സെക്കൻഡ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് കാണാനായിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. r is equal to u square sin square theta divided by 2g. അയ്യോ, ഞാൻ ഓർത്ത് ഇക്വേഷൻ എവിടെ വന്നത്? റേഞ്ചിന്റെ ഇക്വേഷൻ u square sin 2θ divided by g. അപ്പൊ എന്നാ കിട്ടി 30 × sin 60 divided by 10. sin 60 എത്രയാ √3/2. 0 0 പോയി, 2 ഇവിടെ എന്തായി 15 ആയി. 15 × 3 45 √3. ഭാഗ്യം ശരി. അതെത്രയാ 45 √3. ഇതെത്ര നോക്കി 60 √3. ഇതാ നോക്കി ഞാൻ നമ്മൾ ചെയ്തു വന്നപ്പോ ഇതിനെക്കാട്ടിലും കൂടുതൽ ഡിസ്റ്റൻസ് ഇത് കിട്ടി വന്നു. നാ മൊത്തം തെറ്റിപ്പോയില്ലേ? ഇത് ശരിയാ, 45 √3 ആണ് ഇത്രയും ദൂരം. നമ്മുടെ മൊത്തം ദൂരം എത്രയാ 60 √3. ഇവിടെ നിന്ന് ഇവിടെ ദൂരം 60 √3. അപ്പൊ ഈ ആൻസറും ശരിയാണ് കേട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞു. നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ അവസാനം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഇത് 2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു കണക്ക് ചെയ്യാം. നമ്മുടെ ഒരു ടെസ്റ്റ് കണ്ടതാണ്, ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ അങ്ങനെ കൊടുത്തേക്കുന്നത്. നമുക്കിനി ആ കണക്ക് ചെയ്ത് നോക്കാം. എഴുതിക്കുക ക്വസ്റ്റ്യൻ. A boy playing on the roof of a 10 meter high building throws a ball with a speed of 10 meter per second. 10 മീറ്റർ ആണ് കെട്ടിടത്തിന്റെ ഉയരം. അവിടെ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് എറിയുവാണ്. 30 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ ആയിട്ട് 30 ഡിഗ്രി. എത്ര 30 ഡിഗ്രി എറിയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്.
at an angle of 30 degree with the horizontal. How far from the throwing point, ശ്രദ്ധിച്ചോ, how far from the throwing point will the ball be at the height of 10 meter from the ground? ചോദിച്ചേക്കുന്നത് ഈ സാധനം 10 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ടിൽ എത്തുന്ന ആ പോയിന്റ് ആണ്. ഏതാണ്? ഹൗ ഫാർ ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഇതാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഇവിടെ നിന്ന് എത്ര അകലെയാണ്? അപ്പൊ ചോദിച്ചേക്കുന്നത് ഒ പി, ഈ ദൂരമാണ്. ഈ ഒ പി എന്ന് പറഞ്ഞാൽ എന്നതാ? ഈ പ്രൊജക്ടൈൽ മോഷന്റെ റേഞ്ച് ആണ്. അപ്പൊ റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി. യു സ്ക്വയർ എത്രയാ? 10 സ്ക്വയർ. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ? 60 ഡിവൈഡ് ബൈ ജി. 100 ഇൻറ്റു റൂട്ട് 3/2 ഇൻറ്റു 10. ജി 10 എടുത്തോ. 0.05√3. ഇതാണ് എന്ത്? റേഞ്ച്. ആരുടെ? ഇവന്റെ റേഞ്ച്. ഈ ദൂരം നമുക്ക് കാണണ്ടേ. അപ്പൊ ഹൗ ഫാർ? 5√3 മീറ്റർ അകലെ വെച്ചിട്ട് ഈ കെട്ടിടത്തിൽ നിന്ന് 10 കെട്ടിടല്ല ഗ്രൗണ്ടിൽ നിന്ന് 10 മീറ്റർ അകലെ ആയിരിക്കും ഈ ബോൾ കേട്ടോ. ബാക്കി ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. നമ്മളിപ്പോ എന്ത് പഠിച്ചു? അപ്വാർഡ് പഠിച്ചു. ഇനി നമുക്ക് ഡൗൺവേർഡ് പഠിക്കാം കേട്ടോ. ഈ കെട്ടിടത്തിൽ നിന്ന് ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോ പഠിച്ചു, ഹൊറിസോണ്ടൽ ആയിട്ട് അറിയുന്നേ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എറിഞ്ഞു, ഇനി നമ്മൾ എറിയാൻ പോകുന്നത് ഇങ്ങനെ. ഓക്കെ, ബുക്കും പേരെ എടുത്തു വെച്ചിട്ടുണ്ടാവില്ല ഓൾറെഡി. ഓക്കെ, സെയിം ബിൽഡിങ് 10 മീറ്ററോ 30 മീറ്ററോ 40 മീറ്ററോ ഹൈറ്റുള്ള ബിൽഡിംഗ് തന്നെ നമ്മൾ എറിയാൻ വേണ്ടി പോവാണ്. ഇങ്ങോട്ട് ഡൗൺവേർഡ് ഫ്രം എ ടവർ. നോക്കി, നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നമ്മുടെ കെട്ടിടത്തിന്റെ മുകളിൽ നമ്മൾ എറിയും. അതെന്താ ഇങ്ങനെ പോയിട്ട് വീഴും. നമ്മൾ ഇങ്ങനെ എറിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് അവിടെ പോയി വീഴുമോ? നമ്മൾ കോട്ടി കളിക്കില്ലേ? കോട്ടിൽ നമ്മൾ എറിയുമ്പോൾ ആലോചിച്ചേക്കേ, അവിടെ രണ്ടെണ്ണം കിടക്കുമായിരിക്കും, കളിച്ചിട്ടുണ്ടാവും. 2 കോട്ടി നമ്മൾ ഇങ്ങനെ ഇടും, എന്നിട്ട് നമ്മൾ ഇങ്ങനെ എറിഞ്ഞ് കൊള്ളിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നാ അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ എറിയാൻ നേരം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ എറിയുമ്പോൾ നമുക്കറിയാം ഒരിക്കലും അത് നേരെ പോയിട്ട് കൊള്ളില്ല. അപ്പൊ നമ്മൾ ഇച്ചിരി പൊക്കി, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, ഇച്ചിരി പൊക്കിയിട്ട് അങ്ങനെ എറിയാം. നമ്മൾ കുറച്ച് ഇങ്ങനെയൊക്കെ എറിയാം. അപ്പൊ അവൻ നേരെ പോയിട്ട് ഇവിടെ ഒന്നും നേരെ എറിഞ്ഞാൽ എന്തായാലും ഇവിടെ പോയിട്ട് വീഴില്ല. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നേരെ എറിയുമ്പോൾ ഇങ്ങനെ പോയിട്ട് വീഴും എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഫിഗറൊക്കെ ഇങ്ങനെയായിരിക്കും. പക്ഷെ നേരെ പോയിട്ട് ഇതാ ഇവിടെ പോയി വീഴുമെന്ന് ചോദിക്കരുത്. ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. എന്നറിയോ? ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരാളോട് നിൽക്കുമായിരുന്നു, ഒരുത്തന്റെ ഫ്രണ്ട്. അവന്റെ കയ്യിലേക്ക് ഒരു ഫുഡ് പോക്കറ്റ് അല്ലെങ്കിൽ ബോൾ എറിഞ്ഞു കൊടുക്കുമായിരുന്നു. അവൻ ഇവിടെ എറിഞ്ഞു കൊടുത്തു. അതിന്റെ ഫിഗർ ഇങ്ങനെയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കൊടുത്തേക്കുന്നത്. ചോദിച്ചേക്കുന്നത് ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ എത്ര മീറ്റർ ഷോർട്ട് ആയിട്ടായിരിക്കും ഈ പാക്കറ്റ് പോയി വീഴുന്നതെന്ന്. അതായത് നമ്മൾ ഇങ്ങനെ എറിഞ്ഞാൽ നേരെ പോയിട്ട് അവന്റെ കയ്യിൽ എത്തില്ല, കുറച്ച് ഭാഗം ഇപ്പുറത്തേക്ക് വീഴുള്ളൂ. അപ്പം നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. കുറച്ച് പൊക്കിയിട്ട് ഇട്ടാൽ മതി, ഇങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ നേരെ പോയിട്ട് ഇവിടെ ഒന്ന് വീണോളൂ. അപ്പം നമുക്ക് ആ കണക്കാട്ടെ ഇപ്പം ഒന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നേ. ശരി, ഒന്നൊരു വരയ്ക്കാം. ഒന്നല്ല, കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെ. ബിൽഡിങ് ഇപ്രാവശ്യം വളഞ്ഞു പോയി. തയ്യ ഒരുപക്ഷെ കെട്ടിടത്തിൽ നിന്ന് ഇത്ര ഡിഗ്രി ആംഗിള്, അതല്ലെങ്കിൽ ഹോറിസോണ്ടൽ ആയിട്ട് തീറ്റ ഡിഗ്രിയിലായിരിക്കും അദ്ദേഹം. അപ്പൊ നമ്മുടെ വെലോസിറ്റി കമ്പൗണ്ട് ഇങ്ങോട്ടേക്ക് കേട്ടോ, ഇങ്ങോട്ടേക്ക് യു. അപ്പൊ പണി ചെയ്യാം, നമുക്ക് 2 കമ്പൗണ്ട് ആക്കിയിട്ട് മാറ്റാം. ഈ തീറ്റയ്ക്ക് അടുത്തെടുക്കുന്ന ഭാഗമായിരിക്കും എന്ത്? യു കോസ് തീറ്റ. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ്, ഈ വശം ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റുക. ഇതാണ് എന്ത്? യു സൈൻ തീറ്റ. അപ്പൊ യു സൈൻ തീറ്റയാണ് എന്ത്? വെർട്ടിക്കൽ മോഷനും യു കോസ് തീറ്റയാണ് എന്ത്? ഈ വലതുവശത്തേക്കുള്ള റേഞ്ചിനും കാരണമാണ്. അപ്പൊ നമുക്ക് ഇനിയുള്ള ഭാഗങ്ങൾ റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ് ഓൾറെഡി ടി കൊടുക്കാം. ബാക്കി ഇവിടുത്തെ വെലോസിറ്റി അവസാനം നോക്കാം എന്നാണ്. നോക്കിയോ, റേഞ്ച് എന്ന് പറഞ്ഞാല് വലതുവശത്തേക്കുള്ള മോഷൻ അല്ലേ, അതിന് കാരണമായത് യു കോസ് തീറ്റ മാത്രമാണ്. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു ut plus half at² എല്ലാം പഴയത് തന്നെ കേട്ടോ. ut plus half at².
എല്ലാം എക്സ് എക്സ് കൊടുക്കാം. എക്സ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ 0 ആയി, അത് അങ്ങനെ പോയി. യു എക്സ് യു കോസ് തീറ്റ ഇൻറ്റു ടി, ഇതാണ് എന്ത് റേഞ്ച്. നമ്മൾ പഠിച്ച എല്ലാ റേഞ്ചിന്റെ ഇക്വേഷൻ തന്നെ കിട്ടി അല്ലേ. ഇനി ഡിസ്പ്ലേസ്മെന്റ്, ഇത് എച്ച് ആണ് കേട്ടോ, ഇതിന്റെ ഹൈറ്റ് എത്ര എച്ച്. അപ്പൊ ഇവിടെ നിന്ന് ബോൾ എവിടെ വരെ എത്തി, ഇവിടെ വരെ എത്തി. അപ്പൊ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, എച്ച് ആണ്. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വൈ ഡയറക്ഷനിലേക്കുള്ളതൊക്കെ കൊടുക്കാം. എസ് വൈ മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു, കാരണം ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കാ, താഴേക്ക്. യു വൈ വെലോസിറ്റി കമ്പോണന്റ് എങ്ങോട്ടേക്കാ, അതും താഴേക്കാണ്. അപ്പൊ മൈനസ് യു സൈൻ തീറ്റ ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ വൈ. എ വൈ എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിലെ ആക്സിലറേഷൻ ഗ്രാവിറ്റി മാത്രം. അപ്പൊ അത് കൊടുക്കാം, നമുക്ക് മൈനസ് ജി കൊടുക്കാം ഇൻറ്റു ടി സ്ക്വയർ. ഇതാണ് എന്ത് അതിന്റെ ഇക്വേഷൻ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇതാണ്. നമുക്ക് ബാക്കിയുള്ള ടി കിട്ടിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ യു കിട്ടിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. ഇതിൽ ഏതാണ് ക്വസ്റ്റൻ വെച്ചാൽ അതനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. വെലോസിറ്റിയോ, ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ് കമ്പോണന്റ് ഉണ്ട്, വി എക്സ് വൈ കമ്പോണന്റ് ഉണ്ട്, എല്ലാം പഴയ പോലെ തന്നെ. വി എക്സ് ഒരിക്കലും മാറില്ല, യു എക്സ് തന്നെയാണ്, കാരണം ഇങ്ങോട്ടേക്ക് ആക്സിലറേഷൻ ഇല്ലാത്തതുകൊണ്ട്. അത് എത്രയാ, യു കോസ് തീറ്റ. വി വൈ കാണാനായിട്ട് യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ കൊടുക്കാം, എല്ലാം വൈയിലേക്കുള്ളത്. യു വൈ എത്രയാ, മൈനസ് യു സൈൻ തീറ്റ. എ വൈയോ, അതും മൈനസ് ആണ്, മൈനസ് ജി ഇൻറ്റു ടി. ഇതാണ് എന്ത് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ. വെക്ടർ ഫോമാറ്റ് വയ്ക്കുന്നെങ്കിൽ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഇട്ട് കൊടുത്താൽ മതി. എക്സിൽ ആരാ ഉള്ളത്, യു കോസ് തീറ്റ ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് വൈയിൽ ആരാ ഉള്ളത്, മൈനസ് യു സൈൻ തീറ്റ മൈനസ് ജി ടി. അത് കണ്ടുപിടിച്ചതിൻ്റെ കൂടെ എന്ത് കൊടുത്താൽ മതി, മൈനസ് ജെ ക്യാപ്പ് കൊടുത്താൽ മതി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസർ. വേറെ നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ വേണമെങ്കിൽ. 30 ഡിഗ്രി ആംഗിളിൽ ഒരാള് 30 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കല്ലെറിഞ്ഞു. ഇപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ട് 30 ഡിഗ്രി ആംഗിളിലാണ് 30 മീറ്റർ പെർ സെക്കൻഡിൽ കല്ലെറിഞ്ഞാൽ അവൻ എവിടെ പോയി വീഴുന്നു. ഇപ്പൊ റേഞ്ച് ചോദിച്ചേക്കുന്നത്. അപ്പൊ യു കോസ് തീറ്റ ഇൻറ്റു ടി. അയ്യോ ടൈം അറിയത്തില്ലോ. അപ്പൊ ടൈം കാണാൻ വേണ്ടി നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, ഇതിന്റെ ഹൈറ്റ് 20 എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടൈം ടി ഇസ് ഈക്വൽ ടു, നമ്മൾ ടൈം കാണാൻ വേണ്ടി വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നത്. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എല്ലാം വൈയിലേക്ക് എടുക്കാം. എസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് 20 ഇസ് ഈക്വൽ ടു യു വൈ മൈനസ് 30 ഇൻറ്റു സൈൻ 30 പ്ലസ് ഹാഫ് എ വൈ എന്ന് പറഞ്ഞാൽ അതും മൈനസ് ജി, മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. ടി മറന്നുപോയി, മൈനസ് എല്ലായിടത്തും വെട്ടി പോകും അല്ലേ, എല്ലായിടത്തും മൈനസ് ഉണ്ട്, വെട്ടിപ്പോയി എല്ലാം പ്ലസ് ആയി. 20 ഈക്വൽ ടു 30 സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാ, 1/2 അല്ലേ. അപ്പോൾ സൈൻ 30 ഞാൻ 1/2 കൊടുത്തു, 2 വെട്ടിപ്പോയി 15 ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ജി എത്രയാ, 10. ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാ, 5 ടി സ്ക്വയർ. അപ്പൊ 4 ഈക്വൽ ടു 3 ടി പ്ലസ് ടി സ്ക്വയർ. അപ്പോൾ പണിയാം, ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകും. 0 ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 3t മൈനസ് 4 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയില്ലേ. ഇതിനെ സോൾവ് ചെയ്തോ, എത്ര കിട്ടും, 4 മൈനസ് 1 അല്ലേ. 1 കൊടുത്തേക്ക്, അപ്പൊ 1 ശരിയാവും. അപ്പം ടി പ്ലസ് 4 ഇൻറ്റു ടി മൈനസ് 1. അപ്പൊ ടി ഈക്വൽ ടു 1 സെക്കൻഡ് കിട്ടും. അപ്പൊ എത്ര സെക്കൻഡാ, 1 സെക്കൻഡ് കൊണ്ട് ഇവിടെ വരെ എത്തി. അപ്പൊ നമ്മൾ വെച്ചേക്കുന്ന റേഞ്ചാണ് യു കോസ് തീറ്റ ഇൻറ്റു ടി. യു എത്രയാ, 30 ഇൻറ്റു കോസ് 30 റൂട്ട് 3/2 ഇൻറ്റു 1 സെക്കൻഡ്. ഇവിടെ 4 വരില്ലല്ലോ, -4 വരും. ഇത് ഇവിടെ സ്റ്റക്കായി പോയില്ലല്ലോ. ടി പ്ലസ് 4 ടി മൈനസ് 1 ആണ് ഇതിന്റെ ആൻസർ അല്ലേ. ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ഗുണിക്കുമ്പോൾ -4 കൂട്ടുമ്പോൾ 3. 4 ഇൻറ്റു -1 -4. 4 പ്ലസ് -1 3. നോക്കിയേ, ഒന്നുകിൽ ഈ 2 ഗുണനം 0 ആണെങ്കിൽ ഒന്നുകിൽ ഇവൻ 0 ആകണം, അല്ലെങ്കിൽ ഇവൻ 0 ആകണം. ഇവൻ 0 ആകാന്ന് പറഞ്ഞാൽ ടി എന്താകണം, -4 ആവണം. -4 ആയാലേ ഇത് 0 ആവുള്ളൂ. ടൈം -4 എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല.
സമയം മൈനസ് ആവില്ല. ടി മൈനസ് 1 0 ആകുകയാണെങ്കിൽ ടി എന്താണ്? 1 ആണ്. ടി 1 എന്ന് പറഞ്ഞാൽ പിന്നെ മീനിങ് ഉണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് എത്തി കേട്ടോ. അപ്പൊ ടി എന്ത് കിട്ടി? 1 കിട്ടി. ഈ 1 ഇട്ട് കൊടുത്തേ ശരിയാണോ നോക്കാം നമുക്ക്. 1 സ്ക്വയർ പ്ലസ് 3t, 3 ഇൻറ്റു 3 പ്ലസ് 1 4 മൈനസ് 4 0 കിട്ടി. അപ്പൊ T1 എന്ന് പറഞ്ഞ സൊല്യൂഷൻ ശരിയാണ്. അപ്പൊ T1 കിട്ടിക്കഴിഞ്ഞാൽ യു കോസ് തീറ്റ ഇൻറ്റു ടി അറേഞ്ച്. യു എത്രയാ? 30. കോസ് 30 എത്രയാ? √3/2. അപ്പൊ എന്നാ കിട്ടി? 2 വെട്ടിപ്പോയാൽ 15. 15 √3 ആണിത് റേഞ്ച്. അപ്പൊ ഈ ദൂരം എത്രയാ? 15 √3. ഇത്രയുള്ള ആൻസർ. ഇതാണ് ഈ ഭാഗത്ത് ചോദിച്ചത്. നമുക്ക് ഇനി ഒരു പഴയ കാലത്ത് കണക്ട് ചെയ്യാം. എ ബോയ് സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ടവർ 36 മീറ്റർ ഹൈ. ഇപ്രാവശ്യം ടവറിന്റെ ഹൈറ്റ് 36 മീറ്റർ ആണ്. ഹാസ് ടു ത്രോ എ പാക്കറ്റ് ടു ഹിസ് ഫ്രണ്ട് സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട് 48 മീറ്റർ ഹോറിസോണ്ടലി അവേ. അപ്പൊ ഇവിടെ നിന്ന് 48 മീറ്റർ അകലെ അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന്റെ കയ്യിലേക്ക് ഒരു പാക്കറ്റ് എറിയണം. If he throws a packet directly aiming the front with a speed of 10 meter per second, how short will the packet fall? Directly aiming. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അവൻ ഡയറക്ട്ലി എയിം ചെയ്ത് കറക്റ്റ് ഞാൻ വിചാരിച്ചത് ഇച്ചിരി വളഞ്ഞു പോയി, കുഴപ്പമില്ല. ഡയറക്റ്റ് ആയിട്ട് എറിഞ്ഞാല് ഈ സാധനം എത്ര ഷോർട്ട് ആയിട്ടാണ് വീഴുന്നതെന്ന് നോക്കി. എത്ര മീറ്റർ പെർ സെക്കൻഡില? 10 മീറ്റർ പെർ സെക്കൻഡ്. കാര്യം അവൻ എറിയും 10 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും ദൂരമൊക്കെ നേരെയായിട്ട് പോകുന്ന പോലെ തോന്നുകയൊക്കെ ചെയ്യും. പക്ഷേ അത് എന്തായിട്ടേ പോവുള്ളൂ? പരാബോളിക് പാത്തിലേ പോവുള്ളൂ. കാരണം ഗ്രാവിറ്റി പിടിച്ച് വലിക്കുന്നതുകൊണ്ട്. ഓക്കെ, നോക്കൂ, നമുക്ക് തീറ്റ തന്നിട്ടില്ല. നമ്മൾ വെച്ചേക്കുന്നത് എത്ര ഷോർട്ട് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ വെച്ചേക്കുന്നത് ഇത് O, ഇത് A, ഇത് B. നമ്മൾ വെച്ചേക്കുന്നത് A B എത്രയാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് ഇതിനെ ഒഴിവാക്ക്, നമുക്ക് ഇത്രയും മോശം കണ്ടുപിടിച്ചിട്ട് നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാം. അപ്പൊ റേഞ്ച് R is equal to, എന്നിട്ട് നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇത്രയും ദൂരം 48 മീറ്റർ ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ എളുപ്പമല്ലേ, 42 കുറച്ചാൽ പോലെ. റേഞ്ച് R is equal to u cos theta into t. കാരണം ഇതിന്റെ ഇങ്ങോട്ടേക്കുള്ള കമ്പോണന്റ് ഇൻറ്റു ടി. എത്ര സമയമാണ് സഞ്ചരിച്ചാൽ അത്രയും ദൂരം. അപ്പൊ എനിക്ക് റേഞ്ച് കിട്ടും. യു അറിയാം എത്രയാ? 10 ആണ്. കോസ് തീറ്റയോ? നമുക്ക് അറിയത്തില്ല, പണിപാടിയോ. ഇൻറ്റു ടി. ടിയും അറിയത്തില്ല, അത് ശരി. അപ്പൊ നോക്കി, ഈ ട്രയാങ്കിൾ മാത്രം എടുത്ത്, ഈ ട്രയാങ്കിളിന്റെ ബേസ് ഇത്, ഹൈറ്റ് ഇത്. നമുക്കിത് തീറ്റ ആയിട്ട് എടുത്താല് ഓപ്പോസിറ്റ് ഒരു അഡ്ജസ്റ്റന്റ് അറിയാം അല്ലേ. tan theta is equal to 48 divided by 36. ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. 4 എത്ര പ്രാവശ്യം പോകും മക്കളെ? 9, 12. 3 4/3. tan theta 4/3. എവിടെയും കേട്ടിട്ടുണ്ടോ? ഫേമസ് ട്രയാങ്കിൾ ആണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. തീറ്റ ഇവിടെ മാർക്ക് ചെയ്തു. tan theta 4/3 ആണ്. 4 ഡിവൈഡ് ബൈ 3. 3 4 ആയി തന്നെ വരും 5. ഈ ട്രയാങ്കിൾ ഓർമ്മയുണ്ടോ? 3 4 5. ഓക്കെ, അങ്ങനെ ഇവിടെ എന്താ വരും? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 4/5. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 3/5. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞു. നോക്കി, ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ ഇങ്ങനെ വരയ്ക്കാനും ചെയ്യാനൊക്കെ പഠിക്കണം കേട്ടോ. എൻട്രൻസ് പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ഇങ്ങനെ എഴുതാൻ പറ്റുന്നതും വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ കണക്കുകൾ ചോദിക്കുള്ളൂ. നമുക്ക് റേഞ്ച് നോക്കാം. റേഞ്ച് R is equal to u cos theta into t. കാരണം പ്രൊജക്റ്റീവ് മോഷനകത്ത് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഈ റേഞ്ച് എന്നാ എക്സ് കമ്പോണന്റ് മാത്രമാണ് ബാധിക്കുന്നത്, അത് അങ്ങോട്ടേക്കും പോകുന്നില്ല. ടി സമയം കിട്ടിക്കഴിഞ്ഞാൽ u cos theta into t കിട്ടിക്കഴിഞ്ഞാൽ ഈ ദൂരം കിട്ടും. ഇത്രേ ഉള്ളൂ. u എത്രയാ? 10. അല്ല, ഇവിടെ u cos theta തന്നെയാണോ? റേഞ്ച് ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി നോക്കി, u cos theta തന്നെയാണോ എന്ന്? അല്ല ദൈവമേ, കാരണം അറിയോ, തീറ്റ തന്നേക്കുന്നത് ഇവിടെയാ. അപ്പൊ എക്സ് ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി നോക്കി, ഇവിടുത്തെ ട്രയാങ്കിൾ ഇങ്ങനെയാ. അപ്പൊ ഈ വെലോസിറ്റി ഇത് ഈ കമ്പോണന്റാ, ഇത് തീറ്റയ്ക്ക് അഗെയിൻസ്റ്റ് ആ. അപ്പൊ ഇവിടെ നോക്കിയ മക്കളെ, ഇവിടെ ഈ സൈഡിലേക്കുള്ളത് യു സൈൻ തീറ്റയാണ്.
നോക്കി, ഈ വെലോസിറ്റിയുടെ ഈ കമ്പൗണ്ട് ആണ് താഴേക്കുള്ളത്, ഈ കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ളത്, തീറ്റയ്ക്ക് അടുത്തുള്ളത്. ഇപ്പൊ എന്നതാ യു കോസ് തീറ്റ. തീറ്റയ്ക്ക് അടുത്തുള്ളത് നമ്മൾ എങ്ങനെയാ റെസൊല്യൂഷൻ നടത്തുന്നത്? യു കോസ് തീറ്റ. അതായത് ഇവിടെ നോക്കാം, അത് വെച്ചിട്ട് ഡൗട്ട് വരാൻ വഴിയുണ്ട്. ഇതൊരു വെലോസിറ്റി വെക്ടർ ആണ് വിചാരിച്ചു. തീറ്റയ്ക്ക് അടുത്തുള്ള കമ്പൗണ്ട് എന്നാ വരും? വി കോസ് തീറ്റ. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ളതോ? വി സൈൻ തീറ്റ. ഇനി ഇങ്ങോട്ടേക്കാണെങ്കിലോ, ഇത് തീറ്റ ആണെങ്കിലോ, ഇത് വെലോസിറ്റി ആയിരുന്നെങ്കിലോ, ഈ ഇതിന്റെ താഴേക്കുള്ള കമ്പോണന്റ്, തീറ്റയ്ക്ക് അടുത്തുള്ള കമ്പോണന്റ് യു കോസ് തീറ്റ, തീറ്റയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ കമ്പോണന്റ്, ഓപ്പോസിറ്റ് ഉള്ള സൈഡ്, ഈ സൈഡാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വി സൈൻ തീറ്റ ഇവിടെ എഴുതില്ല, പകരം എവിടെ എഴുതുക? ഇവിടെ എഴുതുക, വി സൈൻ തീറ്റ. പാരലൽ ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ ഇങ്ങോട്ട് നോക്ക്, വെലോസിറ്റി കിടക്കുന്നത് ഇങ്ങോട്ടേക്കാണ്, അതിന്റെ അടിയില്ല. അപ്പൊ തീറ്റയ്ക്ക് അടുത്തുള്ള ഈ സൈഡാണ് വി കോസ് തീറ്റ, അടുത്തുള്ളത് കോസ് തീറ്റ. അതിന് ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡാണ് എന്ത്? യു സൈൻ തീറ്റ. നമ്മളത് എവിടെയാ മാർക്ക് ചെയ്യാം? ഇവിടെ യു സൈൻ തീറ്റ. അപ്പോ ഒന്ന് ആലോചിച്ചേക്ക്, ഇവിടെ എന്നാ വരും? യു സൈൻ തീറ്റ ഇൻറ്റു ടി. ഇതാണ് റേഞ്ച് കേട്ടോ. ഇവിടെ യു സൈൻ തീറ്റ ആണ് ഇങ്ങോട്ടേക്കുള്ള കമ്പോണന്റ്. അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ? 4/5 ഇൻറ്റു ടി. ഓ, ടി അറിയത്തില്ല. ടി കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യങ്ങൾ ചെയ്യാം. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് S is equal to ut plus half a t square. നമുക്ക് y ലേക്കുള്ളത് എടുക്കാം, എല്ലാം y കമ്പോണന്റ്, കാരണം വെർട്ടിക്കലി ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പൊ എസ് വൈ എത്രയാ മക്കളെ? -36, കാരണം അവൻ താഴേക്കാണ് പോയി. യു വൈ എന്ന് പറഞ്ഞാൽ y കമ്പോണന്റിന്റെ വെലോസിറ്റി, വെർട്ടിക്കൽ ആയിട്ടുള്ള വെലോസിറ്റി എന്നതാ? യു കോസ് തീറ്റ. യു കോസ് തീറ്റ ഇൻറ്റു ടി. പക്ഷെ ആലോചിക്കുക, യു കോസ് തീറ്റ താഴേക്കാണ്, അതുകൊണ്ട് ഞാൻ അവിടെ മൈനസ് എടുക്കണം. പ്ലസ് ഹാഫ് എ വൈ, വൈ ഡയറക്ഷനിലെ ആക്സലറേഷൻ, ഗ്രാവിറ്റി മാത്രം, അത് താഴേക്കാണ്. അതും ഞാൻ എന്ത് ചെയ്യണം? മൈനസ് എടുക്കണം. മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. നോക്കിയേ, -36. എല്ലായിടത്തും മൈനസ് ഉണ്ട്, നമുക്ക് മൈനസ് വെട്ടിക്കളഞ്ഞാലോ? എല്ലായിടത്തും മൈനസ് വെട്ടിക്കളയാം. അപ്പൊ 36 is equal to u cos 30. 30 അല്ല, യു എത്രയാ? 10. കോസ് തീറ്റ 3/5 ഇൻറ്റു ടി പ്ലസ് ജി 10 എടുക്കാം, ബൈ 2 ഉണ്ട്, ഇൻറ്റു ടി സ്ക്വയർ. അപ്പം 36 is equal to വെട്ടിപ്പോയി 6t പ്ലസ് 5t സ്ക്വയർ. ഇവരെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, 0 എടുക്കട്ടെ. 34 അങ്ങോട്ട് കൊണ്ടുപോയാൽ 5t സ്ക്വയർ പ്ലസ് 6t പ്ലസ് അല്ല, മൈനസ് ആയി, -36. ഇതെന്താ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് t ഈസ് ഈക്വൽ ടു, ടി കാണാനായിട്ട് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, 6a² -4 ഇൻറ്റു എ എത്രയാ? ഇതല്ലേ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac ഡിവൈഡ് ബൈ 2a. ഇവിടെ മൈനസ് ബിക്ക് വരേണ്ടതാ 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 6a² ബി സ്ക്വയർ -4 ഇൻറ്റു എ എത്രയാ? 5, സി എത്രയാ? -36. -36, ഈ മൈനസും കൂടി എന്തായി? പ്ലസ് ആയി കേട്ടോ. ഡിവൈഡ് ബൈ 2 ടൈംസ് എ എത്രയാ? 5. ദിശത്തേക്ക് എത്ര കിട്ടുന്നത്? ഞാൻ ആൻസർ എഴുതാം. 5t² plus 6t minus 36. അതൊക്കെ ശരിയാണ്. ടി കിട്ടും 2.15. ടി ഈസ് ഈക്വൽ ടു, രണ്ട് വാല്യൂ എന്തായാലും കിട്ടും, അതിലൊരു മൈനസ് ആയിരിക്കും, മറ്റത് പ്ലസ് ആയിരിക്കും. അപ്പോൾ പ്ലസ് വന്ന് എടുത്താൽ മതി, കാരണം സമയമല്ലേ. 2.15 സെക്കൻഡ്സ്. ഇതാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഞ്ച് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ തീറ്റ 4/5 ഇൻറ്റു 2.15. ഇത് വെട്ടിപ്പോയി 2, 2 4, 8 ഇൻറ്റു 2.15. 17.2. അതിന് അവിടെ അഡ്ജസ്റ്റ് ചെയ്തു. 17.2 മീറ്റർ. അതായത് ഇത്രയും ഭാഗം 17.2 മീറ്റർ ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെയാണ്. അപ്പൊ എത്ര ദൂരം അകലെയാ വീണേക്കുന്നത്? 48 മൈനസ് 17.2.
എന്ന് പറഞ്ഞാൽ 30.8 മീറ്റർ ഷോർട്ടാണെന്നാണ് അർത്ഥം. പിന്നെ അത്രയും ഷോർട്ട് പിന്നെ എന്തിനാണ് എറിഞ്ഞേ അല്ലേ? അപ്പൊ ഇതാണ് പ്രൊജക്റ്റൈൽ പ്രൊജക്റ്റഡ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ഫ്രം എ ടവർ എന്നുള്ള ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ള ഭാഗങ്ങൾ കേട്ടോ. ഇതേപോലത്തെ സാമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്. കിട്ടാത്തത് സംശയം ചോദിച്ചാൽ മതി, ഞാനത് ഒരു വീഡിയോ മുഴുവനാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ പിള്ളേരുടെയും കൂടി ഡൗട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററിനും ഡൗട്ട് ക്ലിയറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂട്യൂബിലിടാം. നിങ്ങൾ വീട്ടിൽ നിന്ന് കണ്ടാൽ മതി. അപ്പൊ കൊറോണയിൽ നിന്നൊക്കെ സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.